ഗ്യാൻദേവ് അഹൂജ എന്ന് പറഞ്ഞ വളരെ വിദഗ്ധനായ ഒരാളാണ് കഴിഞ്ഞ ദിവസം വളരെ വേറിട്ട ഒരു പ്രസ്താവന നടത്തിയത്. ആ പ്രസ്താവന വേറൊന്നുമല്ല. ആ പ്രസ്താവന എന്ന് പറയുന്നത് ഈ പറയുന്ന പശുവിനെ അറുക്കുന്നത് കൊണ്ടാണ് ഈ ഭൂകമ്പവും ഭൂമി കുലുക്കവും ഒക്കെ ഇവിടെ ഉണ്ടായതെന്നാണ് ബഹുമാന്യനായ ആ ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തം. ആ കണ്ടുപിടുത്തം അങ്ങനെ നിൽക്കുമ്പോഴാണ് വേറൊരു വീഡിയോ ഞാൻ കണ്ടത്. അത് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാറിൻ്റെ പ്രൊഫൈലിലാണ്. വൈറ്റ് ഗാർഡിൽപ്പെട്ട ഒരാൾ ഈ പശുവിനെ കറന്ന് എടുക്കുന്ന അല്ലെങ്കിൽ കടന്ന് കളയുന്ന ഒരു ദൃശ്യമാണ് അതിൽ കണ്ടത്. കാരണം ദുരന്തഭൂമിയിൽ പശുക്കളൊക്കെയും കുഞ്ഞുങ്ങളില്ലാതെയും ചുരത്താതെയും കറക്കാതെയും ഒക്കെ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് അത് കറന്ന് ഇതുപോലെ മാറ്റുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് വേറൊന്നുമല്ല, ഈ പറഞ്ഞവൻ്റെ അണ്ണാക്കിലേക്ക് ഇതിൻ്റെ അടിയിലേക്ക് കിടത്തി കുറച്ച് പാൽ കറന്നൊഴിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം. ചിലരെങ്കിലും പറയും പാല് വൃത്തികേടാക്കരുത്, അതിനു പകരം ഗോമൂത്രമാണ് ഒഴിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ ഞാനതിനോട് യോജിക്കുന്നില്ല. കാരണം ഒരു പ്രായമായ മനുഷ്യനല്ലേ, ഇങ്ങനൊരു ദേശീയ മാധ്യമത്തിലൊക്കെ വാർത്ത വരുന്ന ഒരാളാവുമ്പോൾ ഗോമൂത്രം ഒഴിക്കാൻ പാടില്ല, പാല് തന്നെ ഒഴിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. വയനാട്ടിലെ ഇത്രയും മനുഷ്യർ ദുരന്തത്തിലകപ്പെട്ട ഒരു മഹാദുരന്തത്തിന് സാക്ഷിയായി അതിൻ്റെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സാധാരണ പൊതുപ്രവർത്തകരോ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ പ്രക്രിയയിലൂടെ സൃഷ്ടിച്ചു വരുന്നവരോ ആയ ആളുകളൊക്കെയും ഏത് ജാതിയായാലും ഏത് മതമായാലും ഏത് നാടായാലും അതിൽ നമുക്ക് പെട്ടെന്ന് തോന്നുക സങ്കടമായിരിക്കും. ഇപ്പം നേപ്പാളിൽ ഭൂമികുലുക്കമുണ്ടായി ഒരുപാട് മനുഷ്യർ മരണപ്പെട്ടതിൻ്റെ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ അത് നേപ്പാളിലാണല്ലോ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്നല്ല തോന്നുക. ആ മനുഷ്യരുടെ വേദനയും പ്രയാസവുമായിരിക്കും നമുക്ക് അനുഭവപ്പെടുക. കുറഞ്ഞപക്ഷം ആ വേദനയും പ്രയാസവുമൊക്കെ കാണുമ്പോൾ വിവേകം, വിചാരം എന്നൊക്കെ പറയുന്ന ഒരല്പം മര്യാദ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അങ്ങനെ മര്യാദ ഇല്ലാത്തവരായി ഒരുപാട് പേരുണ്ടാകാറുണ്ട്. പക്ഷേ അതിൽ തന്നെ ഈ വളരെ പ്രധാനികളായ ചിലർ ഇതിലുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. വയനാട്ടിലെ ദുരന്തം കോൺഗ്രസും CPM-ഉം ചേർന്നുണ്ടാക്കിയതാണെന്നാണ് നമ്മുടെ കോവിഡിൻ്റെ സ്പെഷ്യലിസ്റ്റ് കൂടിയായിരുന്ന തേജസ്വി സൂര്യ പറഞ്ഞിരുന്നത്. വയനാട്ടിലെ രക്ഷാപ്രവർത്തകർ തലേന്ന് ഈ യൂണിഫോം തയ്പ്പിച്ച് ഇങ്ങനെ പുതിയതുപോലെ ആക്കി വെച്ചിട്ട് നിർബന്ധപൂർവ്വം എടുത്തുകൊണ്ട് ഇട്ട് വരികയാണെന്നാണ് ഒരു തൊലിഞ്ഞ ചിരിയൊക്കെ പാസ്സാക്കി നമ്മുടെ വലിവ് സ്പെഷ്യലിസ്റ്റും പിന്നെ വരട്ടുചൊറി സ്പെഷ്യലിസ്റ്റുമായ മോഹൻദാസ് അഭിപ്രായപ്പെട്ടത്. ഏതായാലും അതിൻ്റെ ചുവട് പിടിച്ച് പറയാവുന്നൊരു സംഗതിയാണ് വയനാട്ടിലെ ദുരന്തം പശുവിനെ കശാപ്പ് ചെയ്യുന്നത് കൊണ്ടാണെന്ന് കോണ്ടം സ്പെഷ്യലിസ്റ്റ് എന്നറിയപ്പെടുന്ന ഗ്യാൻദേവ് അഹൂജയുടെ പ്രസ്താവന വന്നത്. സംഗതി വളരെ ഗംഭീരമാണ്. പണ്ട് ഉത്തരേന്ത്യയിലോ മഹാരാഷ്ട്രയിലോ എവിടെയൊക്കെ മഴ പെയ്യാൻ വേണ്ടി മാക്രി കല്യാണം നടത്തിയതുപോലെ ഈ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാകുന്നതിൻ്റെ ശാസ്ത്രീയമായ കാരണങ്ങളൊക്കെ എല്ലാവർക്കും അതിൽ അറിയാവുന്നതും പിന്നെ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ മോൻ പറയുന്നത് അത് പശുവിനെ അറുക്കുന്നത് കൊണ്ടാണെന്ന്. ഏതായാലും ആ മോന് ഞാൻ ഈ പറഞ്ഞതുപോലെ വയനാട്ടിൽ നിന്ന് തന്നെ കറന്ന കുറച്ച് പാല് ആ മോൻ്റെ വായിലൊഴിച്ചു കൊടുത്ത് ഏറ്റവും കുറഞ്ഞ പക്ഷം ഈ ദുരന്തങ്ങളിൽ നിന്നൊക്കെ നാം അതിജീവിക്കുന്നത് വരെ ഒരു നിശബ്ദത പാലിപ്പിക്കാൻ വേണ്ടി നമ്മൾ സാറിന് കാണാറുണ്ട്. ചില പിഞ്ചു കുഞ്ഞുങ്ങൾ തൊണ്ടയിൽ മുലപ്പാൽ കുടിക്കുമ്പോൾ അത് ഉടക്കി മരിച്ചു എന്നൊക്കെ കാണാറുണ്ട്. ഏതായാലും അങ്ങനെയൊന്നും ആകാത്ത വിധം അണ്ണാക്കിൽ ഒഴിച്ചു കൊടുത്ത് നിർത്തി നിശബ്ദത വരുത്തേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതാരെങ്കിലും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.